അൽഫോൻസാമ്മയുടെ ഹ്രസ്വമായ ജീവിതം, 35 വർഷങ്ങൾ മാത്രം നീണ്ട ജീവിതം, ലോകത്തിന് മുഴുവൻ ഒരു പാഠപുസ്തകമായി മാറി. എന്താണ് ഈ സന്യാസിനിയുടെ ജീവിത മഹത്വമെന്നുള്ള അന്വേഷണം നമ്മളെല്ലാവരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് ഏറ്റവും ചെറുപ്പത്തിലെ വിശുദ്ധയാകാൻ ആഗ്രഹിച്ച് ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി വലിയ ധീരമായ ഒരു തീരുമാനമെടുത്ത് സന്യാസിനിയായി തീർന്നു. അതിനുശേഷം വലിയ രോഗപീഠകൾ അവളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടപ്പോൾ അതെല്ലാം അനിതര സാധാരണമായ സ്നേഹത്തോടുകൂടി അവൾ സഹിച്ചു. ദൈവമേ, സഹനമില്ലാത്ത ഒരു ജീവിതം, ഒരു ദിവസം എനിക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ അൽഫോൻസാമ്മ നമ്മളെയെല്ലാം വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു. സഹനമില്ലാത്ത ഒരു ദിവസം എനിക്ക് നഷ്ടമായിരിക്കും. നമ്മളെല്ലാവരും സഹനങ്ങൾ ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ്. സഹിക്കാൻ ആർക്കും ഇഷ്ടമില്ല. സഹനങ്ങളെ ഒഴിവാക്കാനുള്ള കഷ്ടപ്പാടിൽ ഏറെ സഹിക്കുന്നവരുമുണ്ട്. പക്ഷെ സഹനങ്ങൾ എന്നേക്കുമായി മാറിപ്പോകുന്നില്ല. അത് മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണ്. സഹനങ്ങളില്ലാത്ത ഏത് ജീവിതമാണുള്ളത്? ഈ സഹനത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും വളർത്താനുമുള്ള ഒരു വലിയ കഴിവുകൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അൽഫോൻസാമ്മ എല്ലാം സഹിച്ച് ഒരു കോൺവെന്റിനുള്ളിൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരു ബലിയാടിനെ പോലെ എല്ലാം സഹിച്ചു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധീരതയോടെ സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അൽഫോൻസാമ്മയ്ക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ്. സഹനങ്ങൾ നമുക്കൊരു ബലിയാടിനെ പോലെ സഹിക്കാൻ പറ്റും. എല്ലാവരെയും പഴിച്ച് എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ വന്നു, ഈ രോഗങ്ങൾ എനിക്ക് എന്തുകൊണ്ട് വന്നു, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് തകർച്ചകൾ, അവര് എന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ബലിയാടായിട്ട് നമുക്ക് വേണമെങ്കിൽ സഹിക്കാനായിട്ട് പറ്റും. അത് കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ബലിയാടായിട്ട് ജീവിക്കാം, ഭർത്താവിന് ഭാര്യയുടെ ബലിയാടായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കുടുംബങ്ങളുടെ ബലിയാടുകളായിട്ട് ജീവിക്കാം, മാതാപിതാക്കൾക്ക് മക്കളുടെയും മക്കൾക്ക് മാതാപിതാക്കളുടെയും ബലിയാടുകളായി സഹിച്ച് ജീവിക്കാം. പക്ഷെ അതിന് വലിയ രക്ഷാകര മൂല്യമൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതേസമയം സഹനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി എടുത്തുകൊണ്ട് തമ്പുരാനോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി സഹിച്ചു എന്നുള്ളതാണ് അൽഫോൻസാമ്മ നമുക്ക് തരുന്ന ജീവിതപാഠം. അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണ്. സഹനങ്ങൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥവും മനസ്സിലാകുന്നില്ല എന്ന് നമുക്കറിയാം. 3 തരത്തിലുള്ള സഹനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന്, ഒഴിവാക്കപ്പെടേണ്ട സഹനങ്ങളാണ്. സുവിശേഷത്തിൽ തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഫരിസയരെയും നിയമജ്ഞരെയും ഒക്കെ കർത്താവ് ശാസിക്കുന്നുണ്ട്. അവരുടെ ചൂഷണങ്ങൾക്കെതിരെ അവിടുന്ന് ശബ്ദിക്കുന്നുണ്ട്. ചാട്ടവാറെടുത്ത് ദേവാലയം കച്ചവട സ്ഥലമാക്കി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. എല്ലാ സഹനങ്ങളും സ്വീകരിക്കണമെന്നുള്ളത് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാടല്ല. ഒഴിവാക്കപ്പെടേണ്ട സഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക തിന്മകൾ വരുത്തുന്ന സഹനങ്ങൾ, സാമൂഹികമായ തിന്മകളിൽ കുറേ സഹനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വരുത്തുന്നുണ്ട്. വ്യക്തിയുടെ തിന്മകൾ, ഒരു വ്യക്തിയുടെ പാപം ചുറ്റോട് ചുറ്റുമുള്ള മനുഷ്യർക്ക് സഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അയാൾക്കും മറ്റുള്ളവർക്കും. ആ സഹനങ്ങളൊന്നും രക്ഷാകരമാണെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ട സഹനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ പാപത്തിൽ നിന്ന് മാറി മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വലിയ സൗഖ്യം ഉണ്ടാകുന്നതും അത് ആ സഹനങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതും. അതുപോലെ തന്നെയാണ് സാമൂഹിക തിന്മകൾ മൂലമുള്ള സഹനങ്ങൾ. ഒരാളുടെ സ്വഭാവ ദൂഷ്യം മൂലം അനേകര് സഹിക്കുമ്പോൾ അത് ബലിയാടിനെ പോലെ സഹിക്കണമെന്ന് സുവിശേഷം ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ആരുടെ തിന്മ മൂലമാണോ സഹനമുണ്ടാകുന്നത്, ആ തിന്മ ചെയ്യുന്നയാൾ മാനസാന്തരപ്പെടണം,
അയാൾ രക്ഷാകരമായ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് സുവിശേഷത്തിൻ്റെ മനസ്സ്. അത് കർത്താവിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. തിന്മകൾ ചെയ്ത് മുന്നേറിയവരെയെല്ലാം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഴയ നിയമത്തിലും മോശയെ കർത്താവ് വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്? എൻ്റെ ജനത്തിൻ്റെ ദുരിതങ്ങൾ ഞാൻ കാണുന്നു, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ സഹനങ്ങൾ ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ ഫറവോയുടെ അടുക്കിലേക്ക് പോകുക, അവരെ വിമോചിപ്പിക്കുക എന്നാണ് പറയുന്നത്. ചൂഷണം മൂലമുള്ള സഹനങ്ങൾ അതൊന്നും സ്വീകരിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ചിന്ത നമുക്കില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളുടെ ഒരു വലിയ ഒരു സമൂഹം, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി അവരുടെ ഭാവിയെ ബാധിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുകയുണ്ടായി. അവർ പ്രതീകാത്മകമായിട്ടെങ്കിലും അതിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഭാവിയിൽ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് ഈ സഹനം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടിയാണ് അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്രകാരം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാതെ ആ തിന്മകൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുക എന്നുള്ളത് സുവിശേഷം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമത്തത്തിലൂടെ കുറേ അധികം മനുഷ്യർക്കുണ്ടാക്കി കൊടുക്കുന്ന സഹനങ്ങൾ, അതും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ചില സഹനങ്ങൾ ഒഴിവാക്കാനാവാത്ത സഹനങ്ങളാണ്. ഒഴിവാക്കാനാവാത്ത സഹനങ്ങളെ ദൈവസ്നേഹത്തെ പ്രതി സ്വീകരിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു കുരിശുണ്ട്. അത് ഏറ്റെടുത്ത് പരാതികളില്ലാതെ ആ സഹനങ്ങളിലൂടെ കടന്നുപോയി എന്നെ അനുഗമിക്കട്ടെ എന്ന് തന്നെയാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെ ചിലപ്പോൾ മാനുഷികമായ അവസ്ഥകളിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ചിലരുടെ വേർപാട് മൂലം ഉണ്ടാകുന്ന സഹനങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കാനാവാത്ത സഹനങ്ങളാണ്. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാനാവുകയുള്ളൂവെങ്കിൽ ആ കഷ്ടപ്പാടും സഹനമാണ്. ഒരു വിദ്യാർത്ഥി ആ സഹനം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്കൊരിക്കലും പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കില്ല. അച്ചടക്കത്തോടുകൂടി കുറേ കാര്യങ്ങളൊക്കെ, കുറേ ഇച്ഛകളെയൊക്കെ നിഹനിച്ച് ആത്മനിയന്ത്രണം വരുത്തി കുറേ സഹനങ്ങളിലൂടെ, കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയില്ലെങ്കിൽ ആർക്കും വിജയിക്കാനാവില്ല എന്ന് നമുക്കറിയാം. അത് തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി ആ സഹനങ്ങൾ ഏറ്റെടുക്കാൻ സുവിശേഷം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അവിടെയും നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് കലഹിക്കാറുണ്ട്. ഒഴിവാക്കാനാവാത്ത ചില സഹനങ്ങൾ, ദൈവമേ എന്തുകൊണ്ട് നീ എനിക്ക് തന്നു, എന്തുകൊണ്ട് നീ എനിക്കൊരു രോഗം തരുന്നു, എൻ്റെ കൂടെയുള്ളവർക്കൊന്നും കൊടുക്കാതെ എനിക്ക് മാത്രം എന്തുകൊണ്ട് രോഗം തരുന്നു, എനിക്ക് മാത്രം തകർച്ചകൾ തരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്യാറുണ്ട്, ദൈവത്തോട് കലഹിക്കാറുണ്ട്. ഒഴിവാക്കാനാവാത്ത സഹനങ്ങൾ അർത്ഥപൂർണമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ ഒത്തിരി വളർത്തും എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. സഹനങ്ങളിലൂടെ കടന്നുപോയി അനേകർക്ക് പ്രത്യാശ നൽകുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ച് വലിയ പരാതികളൊന്നുമില്ലാതെ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പരിമിതികൾ സ്വീകരിച്ചുകൊണ്ട് അനേകർക്ക് പ്രത്യാശയായിട്ട് മാറുന്ന വ്യക്തികൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ നമുക്കതിനൊരു മാതൃകയായിരുന്നു. അവളുടെ ജീവിതത്തിലുടനീളം സഹനങ്ങളായിരുന്നു. കുറേ സഹനങ്ങൾ അവൾ ഏറ്റെടുത്തു, കുറേ സഹനങ്ങൾ വന്നു ഭവിച്ചു. എല്ലാം ദൈവത്തോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രതി അവൾ സ്വീകരിച്ചു. അവിടെയാണ് അവൾ പറഞ്ഞത്, സഹനമില്ലാത്ത ഒരു ദിവസം എനിക്ക് നഷ്ടമാണ്. കാരണം ഈ സഹനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു, ദൈവത്തെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു. മൂന്നാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട സഹനങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും അപരനോടുള്ള സ്നേഹത്തെ പ്രതി, ഈ സമൂഹത്തോടുള്ള സ്നേഹത്തെ പ്രതി ചില സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അങ്ങനെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് സമൂഹം വളർന്നത്. കുടുംബജീവിതം നയിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ, വിവാഹം കഴിച്ച്
വിശ്വസ്തയോടെ ജീവിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ഒരു സംശയവും വേണ്ട, അയാൾ കുറെ സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലോ ഒരുപക്ഷെ പ്രവചിക്കാനാവാത്ത സാഹചര്യങ്ങളോ ഒക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അയാൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അതിലൂടെ കുറെ സഹനങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട്. പക്ഷെ ആ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ, ഏറ്റെടുക്കുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും നന്മയുണ്ടാവുകയാണ്. കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ദമ്പതികൾ തയ്യാറാകുമ്പോൾ അവർ സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച കാണുന്ന മലകളിലെല്ലാം കുരിശെടുത്തോണ്ട് കയറണമെന്നൊന്നും കർത്താവ് ഉദ്ദേശിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മക്കളെ ജനിപ്പിക്കാനും വളർത്താനും ആ കുരിശുകൾ ഏറ്റെടുക്കാനും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു മകനെയോ മക്കളെയോ വളർത്തിയെടുക്കുന്നതിനുള്ള വലിയ കഷ്ടപ്പാടുകൾ, മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന അവരനുഭവിക്കുന്ന, അവർ കടന്നുപോകുന്ന കുറെ പരിമിതികൾ, ഇതൊക്കെ ഏറ്റെടുക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കുരിശെടുത്ത് ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം പള്ളിയുടെ ചുറ്റും നടക്കാനോ ഒരു മല കയറാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ 365 ദിവസം ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ സഹനം തന്നെയാണ്. അത് ഏറ്റെടുക്കേണ്ട സഹനമാണെന്നും അത് കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനമാണെന്നും അത് ഏറ്റെടുക്കേണ്ടതാണെന്നും സുവിശേഷം നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർ, നമ്മുടെ വൈദികരും സന്യസ്തരും ഒക്കെ ദൈവവിളി സ്വീകരിക്കുമ്പോൾ അവരും സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവിളിയുടെ ജീവിതത്തിൽ എനിക്ക് സഹനങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ദൈവവിളിയോട് തന്നെ കലഹിക്കുകയാണ്. ദൈവവിളികൾ, ഏത് ദൈവവിളി സ്വീകരിച്ചാലും അത് കുടുംബ ജീവിതമാണെങ്കിലും സമർപ്പിത ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും എല്ലാം അതിൽ ഈ സഹനമുണ്ട്. നമ്മുടെയൊക്കെ സന്യാസിനികള്, സിസ്റ്റേഴ്സ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആരുമില്ലാത്തവരെയും അംഗവൈകല്യം വന്നവരെയും മാനസിക രോഗമുള്ളവരെയും ഒക്കെ സ്വന്തമെന്നതുപോലെ ചേർത്ത് പിടിച്ച് അവര് പരിചരിക്കുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ ആരുമല്ല ഇവര് പരിചരിക്കുന്നവര്. നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ നൂറുകണക്കിന് കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ നടത്തുന്നുണ്ട്. ചിലയിടങ്ങളിൽ അൽമായ സഹോദരങ്ങള് ഈ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്, നമ്മുടെ വൈദികര് നടത്തുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ഇവരിത് ചെയ്യുന്നത്? ഇവരുടെ ആരുമല്ല, ഇവര് പരിചരിക്കുന്നവർ ഇവരുടെ ആരുമല്ല. ഈ ആരുമല്ലാത്തവരെ ചേർത്ത് പിടിച്ച് എന്തിനാണ് ഇങ്ങനെ പരിചരിക്കുന്നത് ചോദിച്ചാൽ അവരൊക്കെ നമ്മളോട് പറയും, ഞങ്ങൾ ഈ സഹനം ഏറ്റെടുത്തതാണ്. തമ്പുരാനോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രതി ഈ സഹനം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്കത് സാധിക്കുന്നത്. ഒരു ജോലി പോലെ അത് ചെയ്താൽ ഒരിക്കലും അത് ശരിയാവില്ല. അതൊരു തൊഴിലല്ല ഒരിക്കലും, അതൊരു വലിയ സ്നേഹത്തിന്റെ പ്രകാശനമാണ്. ഇതുപോലെ സമൂഹത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടത്തിയ ചെറുപ്പക്കാരും കുറച്ച് സഹനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നമുക്കറിയാം, അവരൊക്കെ വലിയ മർദ്ദനങ്ങൾക്ക്, ഭരണകൂടത്തിന്റെ മർദ്ദനങ്ങൾക്ക് അവരൊക്കെ ഇരയായി. അനേകം കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. അവർക്ക് പലർക്കും ആശുപത്രിയിൽ ഇറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. വലിയ ശാരീരികമായ പീഡനങ്ങൾക്കിരയായ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെന്തിനു വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്? ഒരു സമൂഹത്തിന് നന്മയുണ്ടാകാൻ അവരാ സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ധൈര്യപൂർവ്വം ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത സഹനങ്ങളും ഏറ്റെടുക്കേണ്ട സഹനങ്ങളും തമ്പുരാനോടുള്ള അദമ്യമായ സ്നേഹത്തെ പ്രതി അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അൽഫോൻസാമ്മ നമുക്ക് നൽകുന്ന ജീവിതപാഠം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഹിക്കാൻ സാധിക്കില്ല. സഹിക്കണമെങ്കിൽ ഉൾക്കരുത്ത് വേണം, ധൈര്യം വേണം. ഭീരുക്കൾക്കൊരിക്കലും സഹനം സാധ്യമല്ല. അവര് ബലിയാടിനെ പോലെ ജീവിക്കത്തേയുള്ളൂ. അവർക്ക് മനസ്സില്ലാ മനസ്സോടെ അവരൊരു ബലിയാടിന്റെ ജീവിതം നയിച്ചു തീർക്കും. അവർക്കൊരിക്കലും സന്തോഷത്തോടെ ധീരതയോടെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുമ്പോഴും സഹനങ്ങളെ ഒഴിവാക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, സഹനങ്ങളെ ഏറ്റെടുക്കാൻ, കൊച്ചു കൊച്ചു സഹനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ, ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെയും ഒറ്റപ്പെടലുകളെയും തിരസ്കരണങ്ങളെയും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ
പ്രത്യാശ നഷ്ടപ്പെടുത്താതെ നിരന്തരമായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയ പരിശീലനമാണ് നമ്മൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും നൽകേണ്ടത്. സുഖകരമായ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശീലനമല്ല, മറിച്ച് പരിവരുത്ത പ്രതലങ്ങളിൽ ജീവിക്കാൻ ധീരതയോടെ കുരിശുകൾ എടുക്കാനുള്ള പരിശീലനം കൊടുത്ത് വളർത്തുമ്പോൾ നമ്മുടെ മക്കളും അനേകർക്കു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്ത് നേടും. അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സഹനങ്ങളെ അവർ ധീരതയോടെ നേരിടും. അതിനുള്ള കൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അൽഫോൻസാമ്മയോടും ചോദിക്കേണ്ടത്. കാരണം അമ്മ നമുക്ക് അതിന് വലിയ മാതൃക നൽകി. തമ്പുരാനോടുള്ള വലിയ സ്നേഹത്താൽ തൻ്റെ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് ജീവിച്ച അൽഫോൻസാമ്മ നമ്മളെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹമാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കരുത്തോടെ ജീവിക്കുന്ന, ധീരതയോടെ ജീവിക്കുന്ന ഒരു സമൂഹമാക്കി നമ്മളെ വളർത്തട്ടെ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയട്ടെ. അങ്ങനെ സന്തോഷത്തോടെ തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.